Hello, welcome to my channel. So today we are going to discuss a very simple and interesting topic, that is alkynes. Already we have discussed about alkane and alkenes in detail. അത് പഠിച്ചു കഴിഞ്ഞാൽ സെയിം സിമ്പിൾ തന്നെയാണ്. ഇത് കുറച്ച് റിയാക്ഷനിൽ കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. കാരണം ഓൾമോസ്റ്റ് ആൽക്കീൻ്റെ പോലെ തന്നെയുള്ള റിയാക്ഷൻസ് ആൽക്കൈൻസും കാണിക്കാറുണ്ട്. സോ വാട്ട് ഇസ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻസ്? എല്ലാവർക്കും അറിയാം. ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻസ് ആർ CnH 2n minus 2. CnH 2n minus 2. Alkynes എന്ന് പറഞ്ഞ അയൻസ് ആണ്. They are triply bonded hydrocarbons. Triply bonded hydrocarbons are called as alkynes. പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് the first member of this group is CH triple bond CH, which is known as ethine, or it is also known as acetylene. എന്താണ് ഇവരെ പറയുന്ന ഒരു പേര്? acetylene. Since the other members of the family of ഈ ഒരു ഫാമിലിയിലെ other members are the derivatives of acetylene, so this family is also known as acetylene family. ഇവരെ നമ്മൾ ഈ ആൽക്കൈൻസിനെ acetylene groups എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? The first members of this group is acetylene. പിന്നെ വരുന്നത് എല്ലാവരുടെയും ഇവരുടെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഈ ആൽക്കൈൻസ് നമ്മൾ acetylines എന്നും പറയാറുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൽക്കീൻസ് എന്ന് പറയുമ്പം ആൽക്കീൻസ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൽക്കൈൻസ് ആർ ഹാവിങ് ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയ. അതിൻ്റെ അർത്ഥം എന്താ? ദി റിക്വയർ ഹൈ എമൗണ്ട് ഓഫ് എനർജി ആൻഡ് വെൻ ഇറ്റ്സ് ബ്രേക്കിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് വിൽ ബി ലിബറേറ്റഡ്. ഇവർക്ക് ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് കമ്പയർഡ് ടു ആൽക്കീൻസ് ആൻഡ് ആൽക്കീൻസ്. അതിനൊക്കെ പറ്റി നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇവരുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ their nomenclature ഒന്നും ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് എടുക്കില്ല. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. ഇത് നമ്മൾ നമ്മുടെ 10th തന്നെ ലിങ്കിലൊന്ന് പോയാൽ മതി. പ്ലേലിസ്റ്റിൽ SSLCയിൽ എന്തായാലും നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നമ്മൾ ആൽക്കീൻസും ആൽക്കൈൻസിൻ്റെ ഒക്കെ നോമെൻക്ലേച്ചർ എടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അപ്പം ഇതിൻ്റെ പേരെന്താ? നമുക്കറിയാം, എപ്പം നമ്മൾ നെയിം ചെയ്യുമ്പം ട്രിപ്പിൾ ബോണ്ടിന് നമ്പർ ചെയ്യുമ്പം ട്രിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം വി ഹാവ് ടു നമ്പർ. സോ വി ഹാവ് ടു ഗിവ് ദ നമ്പർ ഫ്രം ഹിയർ 1 2 3. സോ വി ക്യാൻ റൈറ്റ് either you can write propyne itself, കാരണം ഇത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ പ്രൊപ്പൈൻ എഴുതിയിട്ട് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം prop 1 അയൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി CH3C ട്രിപ്പിൾ ബോണ്ട് CH 1 2 3. ഓക്കെ, what will be the name of this compound? ഇവിടെയും ട്രിപ്പിൾ ബോണ്ടിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സോ 1 2 3 4. അപ്പം എന്തായത് 3-methyl ബ്യൂട്ട് 1-9 വേണമെങ്കിൽ 1-9 കൊടുക്കാം, അല്ലെങ്കിൽ ബ്യൂട്ടൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ അടുത്തത്? അപ്പോൾ ഞാൻ കൂടുതൽ നോമൻക്ലേച്ചറിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വരിക. ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് ഒന്ന് നിങ്ങൾ നോക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ഐസോമെറിസം ആയിരുന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഐസോമെറിസം ആണ്. വി നോ ദാറ്റ് വാട്ട് ഈസ് മെന്റ് ബൈ ഐസോമെറിസം. ദ കോമ്പൗണ്ട്സ് ആർ ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ആണ്. അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ. സ്റ്റീരിയോ അഗെയിൻ വി ഹാവ് ക്ലാസിഫൈഡ് ഇൻ ടു കോൺഫിഗറേഷണൽ ആൻഡ് കൺഫോർമേഷണൽ, ആൻഡ് ദിസ് കോൺഫിഗറേഷണൽ ഇസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഒപ്റ്റിക്കൽ ആൻഡ് ജോമെട്രിക്കൽ ഐസോമെറിസം. ഇത് ഞാൻ ഈ സ്പീഡ് പറയുന്നത് എന്തുകൊണ്ടാണ്? വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ആൽക്കെയിൻ. ആൽക്കെയിനിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൽക്കീനിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ആൽക്കൈൻസ് ഓൾസോ ഷോ ഐസോമെറിസം. ദേ വിൽ ഷോ സ്ട്രക്ചറൽ ഐസോമെറിസം. അവരെന്ത് ഐസോമെറിസം കാണിക്കുന്നുണ്ട്? സ്ട്രക്ചറൽ ഐസോമെറിസം. CH3 CH2 CH2 CH triple bond CH. Okay, what is the molecular formula of this? 1 2 3 4 5 C5 3 5 7 8 C5H8. Molecular formula is C5H8. Then this one is CH3 CH3 CH2 1 2 3 4 CH. Just we will write the structure in molecular formula 1 2 3 4 5 C5 3 6 7 8 C5H8. Again I can write this CH3 CH triple bond
1, 2, 3, 4, 5. CH3, CH2. Now we will just write the molecular formula 1, 2, 3, 4, 5. C5, 3, 6, 7, 8. കണ്ടോ? ഇതിനൊക്കെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, C5H8, C5H8. ബട്ട് എല്ലാവരുടെയും പേര് സെയിം ആണോ? അല്ല. അപ്പോൾ നമ്മൾ പേര് എഴുതി നോക്കുക, 1, 2, 3, 4, 5. അപ്പം നമ്മൾ ഇങ്ങടാണ് എണ്ണേണ്ടത്, കാരണം കാർബണ് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ. അപ്പം മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. ദിസ് ഇസ് നോൺ ആസ് പെൻറ്റ് 19 എഴുതാം. നിങ്ങളെ ഒന്ന് 1 പൊസിഷൻ കാണിക്കാൻ വേണ്ടി. ഇനി ഇത് 1, 2, 3, 4. അപ്പോൾ 1, 2, 3, 4. 3 methyl ബ്യൂട്ട് 1 ion. ഇതൊക്കെ സ്പീഡ് പറയുന്നത് എന്താ വെച്ചാൽ വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയും ഇവിടെ ടൈം വേസ്റ്റ് ആക്കാനില്ല കേട്ടോ. ഇത് നോക്കൂ, 1, 2, 3, 4, 5. ഇങ്ങോട്ട് അപ്പോൾ 1, 2. അപ്പോൾ നമ്മൾ എവിടുന്ന് നമ്പർ ചെയ്യണം? ഇവിടുന്ന് 1, 2, 3, 4, 5. അപ്പോൾ എന്താ ഇത്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ് 2 ion. ഇതല്ലേ പേര്? അപ്പോൾ ഇനി ഇത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഐസോമെർസാണ് കാണിക്കുന്നത്? ഇത് രണ്ടും എന്താണ്? ദീസ് ടു, അതായത് ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണെങ്കിൽ 1 and 3 is showing positional isomerism. Why they are showing positional isomerism? Because the position of the triple bond changes in first and third one. So 1 and 3 show positional isomerism. ഇനി ഇവിടെ ചെയിൻ ഐസോമെറിസം ഉണ്ടല്ലോ അല്ലേ? 1 and 2 is showing chain isomerism. ചെയിനിൽ സ്ട്രക്ചറിൽ മാറി അല്ലേ? And 2 and 3 is also showing chain isomerism. So 1 and 2 and 2 and 3 are showing chain isomerism. So they are showing positional isomerism as well as chain isomerism. അപ്പോൾ ഇവരുടെ ഐസോമെറിസം നമുക്ക് ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പം നമ്മൾ നോമെൻക്ലേച്ചർ പറഞ്ഞു, ഐസോമെറിസം പറഞ്ഞു. നെക്സ്റ്റ് കം വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനും ഇനി മറന്നു പോയവർക്കും വേണ്ടിയിട്ട് സ്ട്രക്ചർ ഓഫ് ട്രിപ്പിൾ ബോണ്ട്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി സ്ട്രക്ചർ ഓഫ് ട്രിപ്പിൾ ബോണ്ട്. സ്ട്രക്ചർ ഓഫ് ട്രിപ്പിൾ ബോണ്ട് പറയുമ്പോൾ നമ്മൾ ആരെ എടുക്കുക? നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് മെമ്പർ ആയിട്ടുള്ള ഇഥൈൻ, മെത്ത്, എത്ത്, മിഥൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, അപ്പോൾ ഈഥൈൻ. അപ്പം CH ഇതെന്തിനാ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സിലാവാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് ബോണ്ടിങ് നല്ലോണം ശ്രദ്ധിച്ചോളൂ. ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ഈഥൈൻ. അത് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിലും ചോദിക്കാം, നമ്മുടെ ഓർഗാനിക്കലായിട്ടും ചോദിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഞാൻ എപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വരുമ്പം നമ്മൾ ആദ്യം തന്നെ കാർബണിൻ്റെ, ഇതാണ് നമ്മുടെ സെൻട്രൽ, ഇതാണല്ലോ നമ്മുടെ മെയിൻ ആൾക്കാർ അല്ലേ? അപ്പോൾ നമ്മൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുക. വി നോ ഇറ്റ് ഇസ് 6 ആൻഡ് വി വിൽ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p2. Okay, the first step. What will the second step? Second step, we have to draw the ground state configuration. You have to write completely like ground state. But here I am just writing GS. ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുമ്പം ഞാൻ വേണ്ട 3 വരച്ചേക്കാം, ചെറിയ 2 ആൾക്കാരില്ല. അപ്പം 1s, 2s, 2p. പിയിൽ എത്ര ഇതുണ്ടാവും കമ്പാർട്ട്മെൻറ്റ്സ് നമുക്കറിയാം? 3 ഉണ്ടാവും, PX, PY, PZ. അപ്പോൾ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ. ഒറ്റയടിക്ക് നമ്മൾ വരയ്ക്കോ? ഇല്ല. വി നോ ദാറ്റ് ദ ഫില്ലിംഗ് വിൽ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി എനർജി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓരോ ഓർബിറ്റ്, അതായത് ഡീജനറേറ്റ് ഓർബിറ്റിൽ ഓരോന്ന് ഫില്ല് ചെയ്തിട്ടേ നെക്സ്റ്റിലേക്ക് പോവുള്ളൂ. 2p. ഇനി ഇങ്ങനെ എഴുതിയാൽ മതിയോ? വേണ്ട. നമുക്ക് ഒരു കാർബൺ, ഇതൊരു കാർബണിൻ്റെ കാര്യമാണ്, ഒരു കാർബണ് ഒരു ഹൈഡ്രജനുമായിട്ടും വേറൊരു കാർബണുമായിട്ടേ ബോണ്ടിങ് ഉള്ളൂ. സോ ഇറ്റ് റിക്വയർസ് 2 ഓർബിറ്റൽസ് ഓൺലി വിത്ത് ഇലക്ട്രോൺ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള 2 ഓർബിറ്റൽ മതി. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ 1s ഇനി കാണിക്കേണ്ട, എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആരാണ്? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസ് മാത്രമേ കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ എസ്സിലുള്ള ഒരു ഇലക്ട്രോണ് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? പീൻ്റെ അവിടേക്ക്. അപ്പോൾ ഈ 2pയിൽ 3 ഇലക്ട്രോണും 2sൽ 1 ഇലക്ട്രോൺ. എന്തുകൊണ്ടാണ് ഇത്? ഞാനൊരു ടെക്നിക്ക് കെമിക്കൽ ബോണ്ടിങ്ങും എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുക ഈ കാർബൺ എത്ര ആൾക്കാരുമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്, എത്ര ബോണ്ട് നിങ്ങൾ നോക്കണ്ട, എത്ര ആൾക്കാരുമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഒരു ഹൈഡ്രജനും ഒരു കാർബൺ, ഈ കാർബണായിട്ട് 2-3 ബോണ്ടിങ് ഉണ്ടോ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് ഈ കാർബണ് എത്ര ആളായിട്ട് ബോണ്ടിങ് ഉണ്ട്. ഒരു ഹൈഡ്രജനും
ഒരു കാർബൺ. അപ്പോൾ അതിന് എത്ര ഓർബിറ്റിൽ വേണം? 2 ഓർബിറ്റിൽ. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ പ്രകാരം നമ്മളിപ്പോൾ മെയിൻലി പഠിച്ചത് sp2 sp3 പിന്നെ sp3d2 sp3 spd2 അങ്ങനെയൊക്കെ അതൊന്നും നമ്മൾ പോകണ്ട. d2 sp3 അതൊന്നും നോക്കുക. ഇതിൽ 2 ഓർബിറ്റിൽ തരാൻ പറ്റുന്നത് ആരാ? എസും പിയും കൂടെ ചേർന്ന 2 ഓർബിറ്റിൽ, എസും 2 പിയും കൂടെ ചേർന്ന 3 ഓർബിറ്റിൽ, എസും 3 പിയും കൂടെ 4 ഓർബിറ്റ്. നമുക്ക് 2 ഓർബിറ്റൽ മതി. ഈ കാർബണിന് 2 ഓർബിറ്റൽ, ഈ കാർബണിന് 2 ഓർബിറ്റൽ. അപ്പോൾ ഏതാ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്? sp ആണ്. sp കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണ് ജമ്പ് ചെയ്താലേ ഉള്ളൂ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. അപ്പോൾ ഒരു എസും കിട്ടും, ഒരു പിയും കിട്ടും. അങ്ങനെയായിരുന്നു നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എന്ത് നടക്കും? ഒരു എസും ഒരു പിയും കൂടെ ബോണ്ടിങ് ഹൈബ്രിഡൈസേഷൻ നടന്ന് sp ഓർബിറ്റൽ ഫോം ചെയ്യും. sp-ക്ക് എന്ത് സ്ട്രക്ചറാ? ലീനിയർ അല്ലേ? അതൊക്കെ നമ്മൾ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. സോ ഇവിടെ എന്ത് നടക്കും? ദാറ്റ് ഈസ് 1 sp ഓർബിറ്റൽ ഓഫ് കാർബൺ. ഇതാണ് sp ഓർബിറ്റൽ ഓഫ് കാർബൺ. ഓക്കെ, ആൻഡ് വേറൊരു കാർബണും ഇല്ലേ, അതിൻ്റെ sp ഓർബിറ്റലും ഇങ്ങനെയായിരിക്കും. സോ 1 sp ഓർബിറ്റൽ ഓഫ് കാർബൺ ബോണ്ട് വിത്ത് ദ അതർ sp ഓർബിറ്റൽ ഓഫ് ദി അതർ കാർബൺ ആറ്റം. ഒന്നല്ലേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ദി അതർ, അതായത് 2 sp ഓർബിറ്റിൽ ഒരു sp എന്ത് ചെയ്തു? അടുത്ത കാർബണായിട്ട് ബോണ്ട് ചെയ്തു. ആൻഡ് ദി അതർ sp ഓർബിറ്റൽ വിൽ ബോണ്ട് വിത്ത് ദി ഹൈഡ്രജൻ ആറ്റം. ദ സെയിം ലൈക്ക് ഹിയർ ഓൾസോ. അപ്പോൾ ലീനിയർ ജോമെട്രി കിട്ടി. ഇനി ഇവർക്ക് വെറുതെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ദർ ആർ 2 p ഓർബിറ്റൽ, 2 p ഓർബിറ്റൽ ഉണ്ട്. അത് എന്തിലില്ല? അൺഹൈബ്രിഡൈസ് ആയിട്ടുള്ള 2 p ഓർബിറ്റൽ. ഇതാണ് നമ്മുടെ കാർബൺ. അതായത് ഈ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് കാർബൺ ഓവർലാപ്പ് വിത്ത് ദ അതർ sp ഹൈബ്രിഡ് ഓഫ് ദ കാർബൺ ആൻഡ് ദി 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇനി എന്താ ഉള്ളത്? നമുക്ക് അൺയൂസ്ഡ് ആയിട്ടുള്ള അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? pxും pyയും. ഇവിടെ വരയ്ക്കുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ചത്. ദാറ്റ് ഈസ് 2p. ഇത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ 2pxും ഈ 2pyയും കൂടെ എന്ത് ചെയ്യും? ദേ വിൽ ഫോം. എങ്ങനെയാണ്? ദേ വിൽ ഓവർലാപ്പ് ലാറ്ററലി ടു ഫോം പൈ ബോണ്ട്. അപ്പോൾ ഈ കാർബണിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു സിഗ്മ ബോണ്ട്, 2 പൈ ബോണ്ട്. സ്ട്രക്ചർ ഓഫ് ഈത്തൈൻ ചോദിച്ചാൽ എന്തൊക്കെ എഴുതിയിരിക്കണം? ആദ്യം ഈത്തൈൻ്റെ നമ്മൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ, ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഫ്രം there we will write that is s and 1 p orbital hybridized together to form sp hybrid orbital. sp hybrid orbital of one carbon atom overlap with the other sp hybrid orbital of the other carbon atom, and one sp hybrid orbital of the carbon atom overlap with 1s orbital of the hydrogen, and the same like the other carbon also. Now what is there? There are 2 unhybridized p orbital which are lying perpendicular to each other. They will bond laterally to form pi bond. Thus there in ethane 1 sigma bond and 2 pi bonds are there. ഇതാണ് സ്ട്രക്ചർ ഓഫ് ethane. ഇനി ഇവിടെ എന്താണെന്നുള്ളത് വെച്ചാൽ ഇവരെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി നമ്മൾ പറഞ്ഞു. കമ്പയർഡ് ടു ആൽക്കീൻസ് ആൻഡ് ആൽക്കെയിൻസ് ദേ ആർ ഹാവിങ് ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഇവരെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നതും ലെസ്സർ ദാൻ കമ്പയർഡ് ടു ആൽക്കീൻസ് ആൻഡ് ആൽക്കീൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്ത് പറയാനുള്ളത്? സ്ട്രക്ചർ പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പറേഷൻ ആണ്. ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങളൊരിക്കലും സിമ്പിളാണ്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഈ കൺവേർഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ചില കോമ്പൗണ്ട്സ് അതായത് ഇതിലേക്ക് മാറ്റൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതൊക്കെ നല്ല ഓർത്തെടുക്കണം. ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷനിൽ ആദ്യം വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ആൽക്കൈൻ ഓർ എസിറ്റിലീൻ ഫ്രം കാൽഷ്യം കാർബൈഡ്. എന്തിനാണ്? ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഫ്രം കാൽഷ്യം കാർബൈഡ്. അപ്പം കാൽഷ്യം കാർബൈഡ് എന്താണെന്ന് അറിയണമല്ലോ. ഇതാണ് കാൽഷ്യം കാർബൈഡ്, CaC2. അപ്പോൾ ഈ കാൽഷ്യം കാർബൈഡ് എവിടുന്നാണ് കിട്ടുക? ഈ കാൽഷ്യം കാർബൈഡിന് നമുക്ക് കിട്ടേണ്ടത് കാൽഷ്യം ഓക്സൈഡ് എന്നാണ്. കാൽഷ്യം ഓക്സൈഡ്. വാട്ട് ഈസ് ദിസ് കാൽഷ്യം ഓക്സൈഡ്? ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ക്വിക്ക് ലൈം ആണ്. അപ്പോൾ ഈ ക്വിക്ക് ലൈം നമുക്ക് കിട്ടണ്ടേ? ഈ ക്വിക്ക് ലൈം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ലൈം സ്റ്റോൺ കാൽഷ്യം കാർബണേറ്റ് എന്നാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ഈ കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് കാൽഷ്യം കാർബണേറ്റ് ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കാൽഷ്യം, നമ്മൾ 9th പഠിക്കുന്ന റിയാക്ഷനെ കാൽഷ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഈ കാൽഷ്യം ഓക്സൈഡിനെ കോക്ക്, അതായത് കാർബണിൻ്റെ അതർ ഫോം ഓഫ് കാർബൺ, കോക്കുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം കാർബൈഡ് പ്ലസ് CO നമുക്ക് കിട്ടും.
എന്തൊക്കെയാണ് കിട്ടുന്നത്? കാൽഷ്യം കാർബൈഡ് പ്ലസ് CO നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കാൽഷ്യം കാർബൈഡിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യും വാട്ടറുമായിട്ട്, അതായത് H2O ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് എസിറ്റിലിൻ കിട്ടും. നമുക്ക് കിട്ടേണ്ട ആളാരായിരുന്നു? ആൽക്കൈൻ. അപ്പോൾ ആൽക്കൈൻസിനെ ഇൻഡസ്ട്രിയൽ, അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, അതായത് ഇൻഡസ്ട്രിയിൽ പുറത്ത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാൽഷ്യം കാർബണേറ്റ് എന്നാണ്, കാൽഷ്യം ഓക്സൈഡ് എന്നാണ്. ശരിക്കും ഈ കാൽഷ്യം ഓക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുക? കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് നമ്മുടെ ലൈം സ്റ്റോൺ. ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന പേരാണ് ക്വിക്ക് ലൈം. അപ്പം കാൽഷ്യം കാർബൈഡ് is prepared from quicklime. From where we are getting quicklime? Quicklime we are getting from limestone. Calcium carbonate on heating we are getting calcium oxide plus carbon dioxide. This calcium oxide when reduced with coke we are getting calcium carbide, and this calcium carbide on hydrolyzing we are getting acetylene. So this is one of the important reaction and industrial preparation of alkynes എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you have to write from calcium carbide ആണ്. Second one is from vicinal dihalide. ഇനി vicinal dihalides എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. എന്താണ് vicinal dihalide? ഇൻ ദ വിസിനിറ്റി, അതായത് നെയ്ബറിങ് കാർബണാറ്റത്തിൽ രണ്ട് ഹാലോജൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? വിസിനൽ ഡൈഹാലൈഡ്സ്. ഫോർ എക്സാമ്പിൾ CH2Br, CH2Br. നമുക്ക് എന്താ വേണ്ടത്? ഈ Br പോകണം, ഈ Br പോകണം, ഈ Hഉം പോകണം, ഈ Hഉം പോയിട്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലേ. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിയേജൻസ് യൂസ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ ഓർഗാനിക് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നിന്ന് എന്തൊക്കെ പോയാലാണ് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് കിട്ടുക എന്ന് നോക്കുക. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഈ ഹാലോജൻ ആസിഡ്സിനെ പോക്കാനുള്ള, അതായത് ഹാലോജൻ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ HBr, HClനെയൊക്കെ പോക്കാനുള്ള ഒരു റിയേജൻറ്റ് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഡീഹൈഡ്രോ ഹാലോജനേഷന് യൂസ് ചെയ്യുന്ന ഒരാളാണ് ആൽക്കഹോളിക് KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ ആൽക്കഹോൾ. ആൽക്കഹോളിക് KOH യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പോവും? ഒരു Hഉം ഒരു Brഉം, അതായത് ഹാലോജൻ ആസിഡ്സ് പോവും. അപ്പം ഇവിടെ ഇതിപ്പം സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ഹൈഡ്രജൻ ഇവിടുന്നും പോയി, ഒരു ഹാലോജൻ ഇവിടുന്നും പോയി. അപ്പം എന്തായി? ഒരു HBr പോയി. അപ്പം നമ്മുടെ കയ്യിൽ എന്ത് കിട്ടി? ഒരു ഹാലോ ആൽക്കീൻ ഉണ്ട്, ഹാലോ ആൽക്കീൻ. ഇനി ഇവിടുന്ന് ഒരു Hഉം ഒരു Brഉം പോയാൽ മതി അല്ലേ. അപ്പം നമുക്ക് എന്താ വേണ്ടത്? CHBr ഡബിൾ ബോണ്ട് CH2. പക്ഷേ ഇവിടുത്തെ ഒരു കേസിൽ നമുക്ക് ആൽക്കഹോളിക് KOHനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വരണം. ഫോർ ദാറ്റ് വി ആർ യൂസിങ് സോഡിയം എമൈഡ്, ദാറ്റ് ഈസ് NaNH2. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതെന്തുകൊണ്ടാണ് സോഡിയം എമൈഡ്? ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു റിമൂവ് എ ഹാലോജൻ ആസിഡ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ആൽക്കഹോളിക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക് KOH വെച്ച് ഇവിടെ നടക്കും. പക്ഷേ ഈ ആൽക്കീനിൻ്റെ കേസിൽ ദിസ് ഇസ് എ ആൽക്കീൻ ആയിട്ടുള്ള നമ്മുടെ ഹാലോജൻസിന് വെക്കുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് സോ മച്ച് റിയാക്റ്റീവ് ഓർ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു റിമൂവ് എ ഹാലോജൻ ആസിഡ് ഫ്രം ഹിയർ. അപ്പം നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള റിയേജൻ്റ് ആയിട്ടുള്ള സോഡിയം എമൈഡ് പോലുള്ള ഒരാളെ കൊണ്ടുവരുമ്പം there what happen? It will take place like this and we will be getting an alkyne. അപ്പോൾ എന്താണെന്ന് മനസ്സിലായാലും ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ് ആണ്, അല്ലെങ്കിൽ 1,2-ഡൈബ്രോമോ ആൽക്കെയിൻ എന്ന് ഹൗ യു ആർ ഗോയിങ് ടു പ്രിപ്പയർ ആൽക്കൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഫസ്റ്റ് റിയേജൻ്റായി യൂസ് ചെയ്യേണ്ടത് ആൽക്കോളിക് KOH. സോ ആൽക്കോളിക് KOH ക്യാൻ റെഡിലി റിമൂവ് HBr ഫ്രം ദിസ് ആൻഡ് thereby it can produce an alkene. But this alkene is not so reactive as in the case like alkene. Alkene പോലെ ഇവർ അത്ര റിയാക്റ്റീവ് അല്ല. There is an unreactive molecule. So we have to use strong reagent like sodium amide. It is in sodium amide in liquid ammonia. It will be in liquid ammonia. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ it can remove again one HBr and it can form alkyne. So this is the two methods of preparation. കുറേ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ഇത്രയേ പഠിക്കുന്നുള്ളൂ, ടെക്സ്റ്റിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ജസ്റ്റ് നമ്മൾ ആൽക്കീൻസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്താണ് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 മെമ്പേഴ്സ് ആർ ഗ്യാസസ്, നെക്സ്റ്റ് 8 ആർ ലിക്വിഡ്സ് ആൻഡ് ഹയർ ആർ സോളിഡ്സ്. വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്നുമല്ല, അന്ന് അറിഞ്ഞു വെച്ചേക്കുക. ദെൻ ദേ ആർ വീക്ക്ലി പോളാർ ഇൻ നേച്ചർ. വീക്ക്ലി പോളാർ എന്ന് പറഞ്ഞാൽ അവർ അധികം പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അല്ല. പൊളാരിറ്റി ഇല്ലെങ്കിൽ അവർ സോളിബിലിറ്റി ഇൻ വാട്ടർ എന്തായിരിക്കും? ദേ ആർ ഇൻസോളബിൾ ഇൻ വാട്ടർ ആൻഡ് ദേ ആർ സോളബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക്
ഈതർ, ബെൻസീൻ അതേപോലുള്ള ഓർഗാനിക് സോൾവെൻസിലാണ് അവർ സോൾവബിൾ എന്നൊക്കെയുള്ളത്. ഒന്ന് വെറുതെ ഇനി ഞാനിത് മിസ്സായി പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അയ്യോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് കം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൽക്കൈൻസ് ആർ ദിയർ അസിഡിക് ക്യാരക്ടർ. ഈ അസിഡിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറേ അസിഡിസിറ്റി ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇക്വിലിബ്രിയത്തിൽ. സോ ഇതിൽ നമുക്ക് പറയാൻ പറ്റും അസിഡിസിറ്റി ഓഫ് ആൽക്കൈൻസ് ദേ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് വൺ എച്ച് പ്ലസ് അയൺ. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കോൺസെപ്റ്റ്സിലൊക്കെ നമ്മൾ എന്താണ് എച്ച് പ്ലസ് അയൺ കൊടുക്കുന്ന ആൾ ആസിഡ്സ് എന്ന് പറയും. അതേപോലെ നമ്മൾ പറയുകയാണ് ആൽക്കൈൻസ് ആർ ഹാവിങ് acidic character but not as alkanes or alkenes are not having that acidic character, but alkynes are having. ഉണ്ടോയെന്ന് വെച്ചാൽ alkanesനും ഉണ്ട്, but these are more, the alkynes are having more acidic character than that of alkenes and alkenes. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് acidic character? അപ്പോൾ നമുക്ക് നോക്കാം how they are showing this acidic character. Metal or sodium amide is a strong base. ഇവരൊക്കെ ആയിട്ട് they are bases. When these sodium amide or sodium metal react with our acetylene, നമ്മൾ acetylene react ചെയ്താൽ they will liberate hydrogen gas with the formation of acetylamide. അതായത് അവർ acetylene സോഡിയമോ അല്ലെങ്കിൽ സോഡിയം amide ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് it will produce acetylides with the liberation of hydrogen gas. Acetylides. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഹൈഡ്രജൻ ഇസ് ലിബറേറ്റഡ് ഓർ എച്ച് പ്ലസ് ഇസ് മൂവ് ഫ്രം ദിസ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോവുകയാണ്. സോ ദേ ഹാവ് എസിഡിക് ക്യാരക്ടർ. ബട്ട് ദിസ് എസിഡിക് ക്യാരക്ടർ ഇസ് നോട്ട് ഷോൺ ബൈ ആൽക്കീൻസ് ഓർ ആൽക്കീൻസ്. വൈ? എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ആൽക്കൈൻസ് ആർ ഷോയിങ് എസിഡിക് ക്യാരക്ടർ, വൈ ആൽക്കീൻസ് ആർ നോട്ട് ഷോയിങ് എസിഡിക് ക്യാരക്ടർ ആസ് ഇൻ ആൽക്കൈൻസ്? റീസൺ നമുക്കറിയാം. ആൽക്കൈൻസിൽ ഫസ്റ്റ് പോയിന്റ്, ആൽക്കൈൻസ് ആർ ഹാവിങ് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അല്ലേ, അല്ലെങ്കിൽ എസിറ്റ്ലീനിൽ എന്താ ഉള്ളത്? sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. ഈ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ നമുക്കറിയാം 50% s ക്യാരക്ടർ ആൻഡ് 50% p ക്യാരക്ടർ ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൽക്കെയിൻ ആൻഡ് ആൽക്കീനിലും നമുക്കറിയാം sp2യും sp3യുമാണ്. അവിടെ എസ് ക്യാരക്ടർ ഇസ് നോട്ട് ആസ് മച്ച് ആസ് ഇൻ sp. ഇവിടെ എസ് ക്യാരക്ടർ കമ്പയർ ടു പീനെ നോക്കുമ്പോൾ കുറവാണ്. ഇവിടെയും നോക്കുമ്പോൾ ഇവിടെ പീൻ്റെ ക്യാരക്ടറാണ് കൂടുതൽ, എസ് കുറവാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് sp ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എസ് ക്യാരക്ടർ ഇസ് മോർ ലൈക്ക് കമ്പയർ ടു sp2 ആൻഡ് sp3. ഇൻ sp ഹൈബ്രിഡൈസേഷൻ എസ് ക്യാരക്ടർ ഇസ് മോർ. നമ്മൾ ആരെ കമ്പയർ ചെയ്യുന്നത്? sp2നും sp3നും കമ്പയർ ചെയ്യുമ്പം sp-യിൽ എസ് ക്യാരക്ടർ കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ്, ഗ്രേറ്റർ എസ് ക്യാരക്ടർ, ഗ്രേറ്റർ വിൽ ബി ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി ആറ്റം. എസ് ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. ഓർ വി ക്യാൻ സേ എസ് ക്യാരക്ടർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി ആറ്റം. എന്തുകൊണ്ടാണ്? ബിക്കോസ് എസ് ഓർബിറ്റൽ ഇസ് മോർ ക്ലോസ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. എസ് ഓർബിറ്റൽ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്കാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പം ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു അട്രാക്ട് ദി ഇലക്ട്രോൺ പെയർ ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ ഈ കേസിൽ എന്താണ് നമുക്കറിയാം? ഇതാണ് നമ്മുടെ എസിറ്റ്ലിൻ. ഇവിടെ എന്തുണ്ട്? sp ഓർബിറ്റൽ. അപ്പോൾ എസ് ക്യാരക്ടർ കൂടുമ്പം എന്ത് പറ്റും? ദിസ് കാർബൺ ഗെസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു pull the electron more towards it. Carbon is having a greater tendency to pull the electron more towards it, and thereby the hydrogen will be liberated from alkyne. This is the reason why alkynes are showing more acidic character or acidic character than that of alkenes and alkanes. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആൽക്കൈൻസിൽ sp ഹൈബ്രിഡൈസേഷൻ ആണ്, ഇൻ വിച്ച് ഇറ്റ് ഈസ് ഹാവിങ് 50% ഓഫ് എസ് ക്യാരക്ടർ ഓർ ഇറ്റ് ഈസ് ഹാവിങ് മോർ എസ് ക്യാരക്ടർ ദാൻ ഇൻ sp2 ആൻഡ് sp3 ആണല്ലോ. Greater S character, greater will be the electronegativity, or S character is directly proportional to electronegativity. Why S character is directly proportional to electronegativity? Because S orbital is more close towards the nucleus, and thereby it can attract the electron more close towards it, and thereby it can liberate an H plus ion. This is the reason why that is acetylene is showing more acidic character, or alkynes are showing more acidic character.
ഇനി CH ട്രിപ്പിൾ ബോണ്ട് CNA നെ വീണ്ടും നമ്മൾ സോഡ amide ആയിട്ട് ട്രീറ്റ് ചെയ്താൽ we will be getting CNA triple bond CNA because it has a greater tendency to donate the H plus ion. Clear ആയ very important concept ആണ് why sp3 or alkynes are having acidic character. അപ്പോൾ നോക്കിക്കോളൂ ഇവിടെ ആർക്കാണ് കൂടുതൽ acidicity ഉള്ള ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വിച്ച് ഈസ് ഹാവിങ് മോർ acidicity or acidic nature എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് then comes ഡബിൾ ബോണ്ട് then comes സിംഗിൾ ബോണ്ട്. ഇനി ഇത് ഇഥൈൻ ആണ്, ഇത് നിങ്ങൾക്കറിയാം 1 2 3. അപ്പോൾ എന്താണ് പ്രൊപ്പൈൻ ആണ്, ഇത് 1 2 3 4 ആണ്, ഇത് ബ്യൂട്ടൈൻ ആണ്. ഇതിൽ ആർക്കാണ് ഏറ്റവും acidicity കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം the carbon atom which is directly attached to the triple bond will have എന്തായിരിക്കും അവർക്കായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ. അവിടെയാണല്ലോ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉള്ളത്. അപ്പോൾ അവർ അട്രാക്ട് ചെയ്യും ഈ ഹൈഡ്രജന് പെട്ടെന്ന് പോകാം. സോ ദിസ് ഇസ് മോർ acidic. ഇത് നോക്കുമ്പം ഇവിടുത്തെയും ഹൈഡ്രജൻ ആറ്റം മോർ acidic ബിക്കോസ് ദ കാർബൺ ആറ്റം വിച്ച് ഈസ് ഫോം sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് ഈ ഹൈഡ്രജനും പെട്ടെന്ന് റിമൂവ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഈ ഒരു കേസ് നോക്കൂ, ദിസ് കാർബൺ ആറ്റം ആൻഡ് ദിസ് കാർബൺ ആറ്റം ഇസ് നോട്ട് ഹാവിങ് ഹൈഡ്രജൻ ആറ്റം ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഇവിടെയാണ് ഉള്ളത്. സോ acidic ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇവർക്ക് then comes this and then comes this. അപ്പോൾ ഇതാണ് acidic ക്യാരക്ടർ. നെക്സ്റ്റ് കംസ് സിമ്പിളാണ് എഡിഷൻ. കെമിക്കൽ പ്രോപ്പർട്ടിയിലെ നെക്സ്റ്റ് വൺ എഡിഷൻ ഇൻ ട്രിപ്പിൾ ബോണ്ട് ആണ്. നമ്മുടെ ആ ട്രിപ്പിൾ ബോണ്ടിലെ എഡിഷൻ നിങ്ങൾക്കറിയാം, എഡിഷൻ ഓഫ് ഹൈഡ്രജൻ that is ethyne when treated with hydrogen in presence of nickel or platinum or palladium to produce alkene, which again on reduction with nickel or platinum or palladium at high temperature it will produce ethane. ഇത് നമ്മൾ ഈത്തേൻ്റെ പ്രിപ്പറേഷനിൽ പഠിച്ചതാണ്. Next one is dihalides. Dihalides ആകുമ്പം that is alkynes when treated with bromine in presence of CCl4 it will produce 1,2-dibromoalkane which again react with bromine to produce 1 2 3 4 1 2 3 4 1 2 3 4 ടെട്രാബ്രോമോഈത്തേൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ സ്പീഡ് പറയുന്നത് വെച്ചാൽ ഇത് എളുപ്പമാണ്. അതായത് ആൽക്കൈൻസിനെ ബ്രോമിനുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ 1,2-ഡൈബ്രോമോ-ആൽക്കീൻ കിട്ടും. ഇത് വീണ്ടും ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ 1 2 3 4 ടെട്രാബ്രോമോഈത്തേന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ദിസ് ഇസ് ഓൾസോ എ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദി പ്രസൻസ് ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോമിൻ ബ്രോമിൻ ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് കമ്പൈൻസ് ആൻഡ് കൺവേർട്ട് ഇൻ ടു ഇങ്ങനെ ഒരു കോമ്പൗണ്ടായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ കളർ ഡീകളറൈസ് ആവും. പിന്നെയും അത് റിയാക്ട് ചെയ്തിട്ട് എന്താവും? ആ ബ്രോമിൻ്റെ കളർ ഡീകളറൈസ് ചെയ്യും. ഫ്രം ദർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിൽ ഡബിളോ ട്രിപ്പിളോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇനി അടുത്തത് ഹൈഡ്രജൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഇസ് ഡൈഹാലൈറ്റ്സ് കഴിഞ്ഞാൽ ഹാലോജൻ ആസിഡ്സ്. ഹൗ ദീസ് ആൽക്കൈൻസ് റിയാക്ട് വിത്ത് ഹാലോജൻ ആസിഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കോണിക്കോപ്സ് റൂൾ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഇഥൈൻസ് വെൻ റിയാക്റ്റഡ് വിത്ത് HBr എന്താ ഉണ്ടാവുക? എങ്ങനെയാണ്? ഇത് സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഹൈഡ്രജൻ ഗോസ് ടു വൺ കാർബൺ ആറ്റം ആൻഡ് Br ഗോസ് ടു അതർ കാർബൺ ആറ്റം ദാറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH_Br. ഇനി വീണ്ടും ഹൈഡ്രജൻ ഹാലോജൻ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ? ഹൈഡ്രജൻ ഇവിടെ CH2 ആണ്, ഇവിടെ CH_Br ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഹൈഡ്രജൻ പോവുക? ഹൈഡ്രജൻ ഗോസ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്നിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദ നെഗറ്റീവ് പാർട്ട് ഗോസ് ടു ദി കാർബൺ ആറ്റം വിത്ത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ വി ആർ ഗെറ്റിംഗ് 1,1 ഈത്തേൻ. അപ്പം ഇതാണ് നമ്മൾക്ക് ഹാലോജൻ ആസിഡ്സുമായിട്ടുള്ള റിയാക്ഷൻ. അടുത്ത അഡീഷൻ റിയാക്ഷൻ, ഇത് അഡീഷനിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ അഡീഷൻ റിയാക്ഷനിൽ ഹൈഡ്രജൻ പറഞ്ഞു, ഡൈഹാലോജൻസ് പറഞ്ഞു, ഹാലോജൻ ആസിഡ്സ് പറഞ്ഞു. അടുത്തത് അഡിഷൻ ഓഫ് വാട്ടർ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്താണ് വാട്ടറുമായിട്ട് ഇത് റിയാക്ട് ചെയ്യില്ല അല്ലെങ്കിൽ ഇത് ഡിസോൾവ് ചെയ്യില്ല. ബട്ട് വൺ മോളിക്യൂൾ ഓഫ് വാട്ടർ just undergo reaction with alkyne in presence of mercuric sulfate and sulfuric acid at 333 Kelvin, at almost 333 Kelvin, it will combine with water.
അതായത് acetylene react with water എന്ന് പറയുന്നത് നമുക്ക് HOH എന്ന് എഴുതിക്കൂടെ നമുക്ക് ഇവിടെയും മാർക്കോണിക്കോഫ് റൂൾ പോലെ തന്നെ CH2 ഡബിൾ ബോണ്ട് CHOH ഉണ്ടാവും. പക്ഷേ ഇതെന്താവും, ഇറ്റ് അണ്ടർഗോ ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് വി ആർ ഗെറ്റിംഗ് CH3 CH ഡബിൾ ബോണ്ട് O. ഇവിടെ അത് നമ്മൾ ഐസോമറൈസേഷൻ ഒന്നും ഇവിടെ പറയുന്നില്ല. എന്താണ്, വി ആർ ഗെറ്റിംഗ് എൻ ആൽഡിഹൈഡ്. ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് പോയിട്ട് സീൻ്റെ അടുത്തേക്ക് ഡബിൾ ബോണ്ട് വന്നിട്ട് സീൻ്റെ അടുത്തുള്ള ആ ഹൈഡ്രജൻ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ആ ഐസോമറൈസേഷൻ ഉള്ളത് ഒന്ന് അത് ഇങ്ങനെ കൊടുത്താൽ മതി. സീൻ്റെ അടുത്തേക്ക് ഒരു ഡബിൾ ബോണ്ട്, ആ കിടക്കുന്ന H ഇങ്ങോട്ടേക്കും പോയാൽ മതി. ഈ H ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചത്. ഒരു ഐസോമറൈസേഷൻ വേറെ തന്നെ സ്റ്റെപ്സ് ആയിട്ട് പറയാനുള്ളത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താണ് addition of water, that is alkynes undergo addition with water in presence of ആരൊക്കെ പ്രസൻസില, mercuric sulfate with sulfuric acid at a temperature of 333 Kelvin to produce ഇത് കണ്ടോ നമുക്കറിയാം OH ഡബിൾ ബോണ്ടിലൊരു കോമ്പൗണ്ട് which undergo isomerization to form aldehyde. മനസ്സിലായോ? കാർബണൈൽ കോമ്പൗണ്ട്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതാണ് അത്രയുമാണ് നമുക്ക് എഡിഷൻ റിയാക്ഷനിൽ പറയാനുള്ള. നെക്സ്റ്റ് ഇത് അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, അസിഡിക് നേച്ചർ ഓഫ് ആൽക്കൈൻ. സെക്കൻഡ് വൺ എഡിഷൻ ആൻഡ് തേർഡ് കംസ് ദി പോളിമറൈസേഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് പോളിമറൈസേഷൻ. Polymerization is the process when smaller molecules like monomers combine together to form heavy molecular weight compounds ആണ്. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ഉണ്ട്, ലീനിയർ പോളിമറൈസേഷൻ ആൻഡ് സൈക്ലിക് പോളിമറൈസേഷൻ. എന്താണ് ലീനിയർ പോളിമറൈസേഷൻ? പേരും തന്നെ ലൈന് പോലെ പോളിമറൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അവർ ഇത്തൈൻ n number of ethyne molecule undergo polymerization to produce CH double bond CH. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, n types to form എന്താ പറയുക പോളി ഇഥൈൻ ഇതേപോലത്തെ കുറേ പോളിമേഴ്സിനെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇൻ സ്പെഷ്യൽ കണ്ടീഷൻസ്. അതായത് അണ്ടർ എ പെർട്ടിക്കുലർ കണ്ടീഷൻ ദീസ് പോളി ഇഥൈൻസ് ക്യാൻ ആക്ട് ആസ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം ചില റിയാക്ഷൻസിലൊക്കെ ദേ ആർ യൂസിങ് ആസ് ഇലക്ട്രോഡ്സ്, തിന്നായിട്ടുള്ള മെറ്റൽ കണ്ടക്ടേഴ്സ് ആയിട്ടൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് ദേ ആർ യൂസിങ് ഇൻ സം കേസസ് ഇൻ സം റിയാക്ഷൻസ് ആസ് ഇലക്ട്രോഡ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇവരുടെ കണ്ടക്റ്റിംഗ് പവർ കൊണ്ട് ഈ പോളിമേഴ്സിൻ്റെ. ദെൻ കം സൈക്ലിക് പോളിമറൈസേഷൻ, ദാറ്റ് ഇസ് 2 or more 3 or more molecules of ethyne molecule undergo polymerization to form a cyclic compound. അതായത് 3 അല്ല അധികമായിട്ടുള്ള ഇഥൈൻ മോളിക്യൂൾസോ അല്ലെങ്കിൽ ആൽക്കൈൻ മോളിക്യൂൾസ് undergo എന്താ polymerization to form cyclic compounds, and such polymerization is known as cyclic polymerization. ഈഥൈന് നമ്മൾ ഒരു റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്യുകയാണ് അറ്റ് 873 കെൽവിൻ ആകും. 3 molecules of ethane അല്ലെങ്കിൽ ഈഥൈൻ മോളിക്യൂൾ വെൻ പാസ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ് at 873 കെൽവിൻ, അതായത് ഈഥൈനിന് നമ്മൾ ഒരു റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ ഹൈ ടെമ്പറേച്ചർ 873 കെൽവിനുള്ള അയൺ ട്യൂബിലൂടെ പാസ് ചെയ്യുമ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? ഇത് നിങ്ങൾ 3 മോളിക്യൂൾ ഓഫ് ഈഥൈൻ ആണ്. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. 3 molecules ഓഫ് ഈഥൈൻ എഴുതിയാൽ മതി. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടുന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയി, ഇവിടുന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയി, ഇവിടുന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഒന്ന് നോക്കിക്കോളൂ. CH ഡബിൾ ബോണ്ട് CH, CH ഡബിൾ ബോണ്ട് CH, CH ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. അത് തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചു നോക്കൂ. 1 2 3 4 5 6. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഉള്ളൊരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 എണ്ണമായി. ഇവിടുന്ന് ഈ ബോണ്ടും കമ്പൈൻ ചെയ്തു. ഇനി ഇവിടെ ഉള്ളൊരു ബോണ്ട് ഇപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്തായി, ഡബിൾ ബോണ്ട് വന്നു, അതും ഈ ഒരു കാർബണും ലിങ്ക് ചെയ്തു. ഇനി ഇവിടെ ഉള്ള ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഈ കാർബണിൽ എന്തായി, ഡബിൾ ബോണ്ടായി. ഈ കാർബണും ഈ ഒരു കാർബണും തമ്മിൽ ലിങ്കായി. ഇത് ഏത് സ്ട്രക്ചർ, സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ. ദിസ് ഇസ് അവർ ബെൻസീൻ. ഇത് ഹോട്ട് അയൺ ട്യൂബ് അറ്റ് 873 കെൽവിൻ. കണ്ടോ?
അപ്പം ethynes undergo polymerization. Either it can be in linear polymerization or cyclic polymerization. A cyclic polymerization, ethyne when passed through red hot iron tube at 873 Kelvin, it undergo polymerization to form benzene. Ethyne can also undergo linear polymerization to form polyethynes, which are good conductors of electricity. So it is used in many cases as conductors. നമ്മൾ പല റിയാക്ഷൻസിലും കണ്ടക്ടേഴ്സ് ആയിട്ടൊക്കെ അവരെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആൽക്കൈൻസ്. അപ്പോൾ ആൽക്കൈൻസിന് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും ഈ ഏരിയ, കാരണം വളരെ കുഞ്ഞ് ഏരിയ ആണ്. പിന്നെ പറഞ്ഞ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആൽക്കൈൻസ്, ഹൗ ദേ ആർ പ്രിപ്പയർഡ്, കാൽഷ്യം കാർബൈഡ് എന്നും പിന്നെ നമ്മൾ വിസിനൽ ഡൈഹാലൈഡ്സ് എന്നാണ് പ്രിപ്പയർ ചെയ്തത്. അതൊന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ നമ്മുടെ അവരെ ഐസോമെറിസം, നോമൻക്ലേച്ചർ, പിന്നെ നമ്മളവരുടെ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ വി കംസ് ടു ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. കെമിക്കൽ പ്രോപ്പർട്ടി അസിഡിക് നേച്ചർ ഓഫ് ആൽക്കൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അഡീഷൻ റിയാക്ഷനാണ്, സിമ്പിൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹാലോജൻ, അഡീഷൻ ഓഫ് ഹാലോജൻ ആസിഡ്സ്, അഡീഷൻ ഓഫ് പിന്നെ എന്താ പറയുക ഹാലോജൻ ആസിഡ്സ് പഠിച്ചു. പിന്നെ അഡിഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. പിന്നെ നമ്മൾ പറഞ്ഞു അവരുടെ പോളിമറൈസേഷൻ റിയാക്ഷൻ കഴിഞ്ഞു. ഇത്രയുമേ ഉള്ളൂ ആൽക്കൈൻസ്. നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കട്ടെ, ഇതിന് വേറെ നോട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ടെക്സ്റ്റിൽ വളരെ സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അത് NCERT ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ മതി ഈ ആൽക്കൈൻസിൻ്റെ കേസിൽ. നെക്സ്റ്റ് നമ്മൾ ആരോമാറ്റിക് ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കും. ഓൾമോസ്റ്റ് നമ്മുടെ പോർഷൻസൊക്കെ ഓൾമോസ്റ്റ് തീരുന്നുണ്ട്. നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ഓടിയാൽ നിങ്ങൾക്ക് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നല്ല സ്പീഡിൽ ഓടിക്കോ, നല്ലോണം പഠിക്കൂ. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ. പിന്നെ കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ വന്ന് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല ഹാപ്പിയാണ്, കാരണം അറ്റ്ലീസ്റ്റ് കുറച്ച് കാണുന്നവർക്ക് ഡൗട്ടെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്, ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് ആണ്. ഫേസ്ബുക്കിലും പേജ് ഉണ്ട്. അതിലെന്താ നിങ്ങളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ യു ക്യാൻ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുന്ന പിക്ചോറിയലായിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കാം. ഇപ്പം എൻ്റെ കമൻസിൽ നിങ്ങൾക്ക് അത് ചോദിക്കാൻ പറ്റില്ല. പിന്നെ മെയിൽ അയക്കാം ecchemistryclass@gmail.com. അതിലും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ്ലി ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ അധികം ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 കുട്ടികൾ മെസ്സേജ് അയച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ട് ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബ്ലി എക്സാം അടുപ്പിച്ചിട്ട് ഞാൻ വേഗം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡൗട്ട്സൊക്കെ അതിൽ ചോദിക്കാം. പിന്നെ ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സേഞ്ചറിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.